രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ നിങ്ങളുടെ സമീപനം എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യമേ അവിടെ ഇല്ല. അതെ, അങ്ങനൊരു ചോദ്യം ഉദിക്കുന്നില്ലാന്ന് ബഹുമാനപ്പെട്ട MLA തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്നെ മുറിയിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട എനിക്ക് വരാൻ. അദ്ദേഹത്തിന് മുറിയിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി ഓരോ ദിവസവും മുറിക്കകത്ത് കുറച്ചുകൂടെ ഭൂഗർഭ അറയുണ്ടാക്കി പോകേണ്ടി വരും. എന്താ കാരണം? നമ്മൾ കേൾക്കുന്ന ഓഡിയോ ആരുടേതാണ്? ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ഓഡിയോ കേൾപ്പിച്ചു. ഇതുപോലെ ഇതിനു മുമ്പ് ഓഡിയോ കേട്ടു. ആ ഓഡിയോയ്ക്കകത്ത് കണ്ടെത്തിയ കാര്യം എന്താണ്? ഒരു പെൺകുട്ടി തൻ്റെ ഉദരത്തിൽ വരുന്ന കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി യാചിക്കുന്നു. ആ ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ കുട്ടി തയ്യാറാകുന്നില്ല. ഒറ്റ ചവിട്ടിന് നിന്നെ കൊല്ലാൻ എനിക്ക് വിഷമമില്ല എന്ന് പറയണു. ആരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ ആളുകൾ സ്ത്രീരക്ഷയെക്കുറിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വന്നേക്കട്ടെ. നീ ഇവിടെ കഴിഞ്ഞ കുറെ നേരമായി സംസാരിച്ചിട്ടും CPM-ന്റെ പ്രതിനിധിക്ക് ഈ റാഷിദ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അത് ശ്രദ്ധിച്ചോ? അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം എന്താ? ചാർജ് ഷീറ്റുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഇവരുടെ MLA-യും മന്ത്രിയും ഒക്കെ അവിടെ ഇരിക്കുകയാണേ. അപ്പോ ഇത്രയും വലിയ ആരോപണം ഇപ്പൊ ഇവിടെ നിലവില് രാഹുലിനെതിരെ ഉള്ളത് ആരോപണം മാത്രമാണ്. ആ ആരോപണത്തിന്റെ പേരിലാണ് വളരെ മാതൃകാപരമായി കോൺഗ്രസ് ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ആ ആരോപണത്തിന്റെ പേരിലാണ് നിയമസഭയിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ, മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ CPM-ന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശശീന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തിരുന്നോ? എല്ലാം പോട്ടെ, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ എത്ര വ്യക്തമായിട്ടാണ് ആരോപണം പറഞ്ഞത്? കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലുള്ള പറഞ്ഞത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന വോയിസ് നോട്ട് നമ്മൾ ഈ കേരളം മുഴുവൻ കേട്ടതല്ലേ? എന്താ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് വരണം, നമ്മൾ ഈ പറയുന്നതൊന്നും പുറത്തൊന്നും അറിയരുത്, മഴയാണെങ്കിൽ മഴക്കോട്ടിട്ട് വരണം. അങ്ങനെ പറഞ്ഞ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവരൊക്കെ ഇപ്പോഴും വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുകയാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐക്കാരിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അതിന്റെ തീവ്രത അളന്ന നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ, ബാലനും ശ്രീമതി ടീച്ചറൊക്കെ. ആ തീവ്രത അളഞ്ഞിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷനൊക്കെ ആ റിപ്പോർട്ടൊക്കെ എവിടെയാ കൊണ്ടുപോയത്? ആ പാവം പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? PK ശശി ഇപ്പൊ KTDC-യുടെ ചെയർമാനാണ്. P ശശി എവിടെയായിരിക്കുന്നത്? സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA-യുടെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് 2 വർഷം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ലേ ചെയ്തത്? ഞങ്ങൾ അത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല.